ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മില്ലറ്റ് കമ്പെന്ന് പറയുന്ന മില്ലറ്റിൻ്റെ ഒരു പുട്ടുണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു കപ്പ് മില്ലറ്റ് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നന്നായിട്ട് വറുത്തിട്ട് അത് പിന്നെ കഴുകും. നന്നായിട്ട് കഴുകുമ്പോൾ അതിൻ്റെ ഉമിയൊക്കെ ഉണ്ടെങ്കിൽ പോവും. അതിൽ പിന്നെ നമ്മളതിനെ മിക്സി ജാറിൽ ഒന്ന് തണുപ്പിച്ചിട്ട് പൊടിച്ചാൽ മതി. നല്ല തരിതിരിയായിട്ട് നന്നായിട്ട് നമ്മൾ പുട്ടിന് പൊടിക്കുന്ന പോലെ പൊടിച്ചിട്ട് നോർമലി നമ്മൾ പുട്ടുണ്ടാക്കണം, തേങ്ങയൊക്കെ ഇട്ടിട്ട്. ഈ കമ്പെന്ന് പറഞ്ഞ ഈ മില്ലറ്റ് വന്നിട്ട് നമുക്ക് ഒത്തിരി നല്ലതാണ് ഈ വേനൽക്കാലത്ത് കഴിക്കാനായിട്ട്. അത് ദേഹത്തിന് ഒരു തണുപ്പ് തരുന്നതായതുകൊണ്ട് ഈ സമയത്ത് അത് കഴിക്കുക. പ്രത്യേകിച്ച് അത് ഭയങ്കര ഫൈബർ റിച്ച് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡായിട്ട് കിട്ടുന്നു. പിന്നെ ഡയറ്റിങ്ങിന് വളരെ നല്ലതാണ് അപ്പോൾ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ അയൺ റിച്ചാണ്, നമുക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾക്കും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളതിനും ഒക്കെ ഗുണകരമായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ആയതുകൊണ്ട് നമ്മൾ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് ഒത്തിരി ഗുണകരമായിട്ട് നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. നമുക്ക് പൊതുവെയുള്ള ഗ്ലൂട്ടൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്കും ആ ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡും കൂടെ ആയതുകൊണ്ട് ഇത് നമുക്ക് ഒത്തിരി ഗുണകരമായിട്ടുള്ളൊരു ഫുഡാണ്. നല്ല മണമാണ്. ഞാനിത് കുറച്ച് വർഷങ്ങളായിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ഒരു ഫ്ലേവറോട് കൂടി നിൽക്കും. പ്ലസ് നമുക്കിത് ഒത്തിരി നല്ല വിശപ്പ് കുറേ നേരം അടക്കി നിൽക്കാനും പറ്റും. പിന്നെ നമ്മൾ കേരളത്തിലുള്ളവർക്ക് എല്ലാത്തിലും പുട്ടാണെങ്കിൽ ഏതൊരു കാര്യത്തിലും നമുക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി തന്നെ കാണിക്കുന്നത്. ഇനി ഒരുപാട് റെസിപ്പീസ് ഇതുപോലെയൊക്കെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ലൈക്ക് ചെയ്യണേ, എനിക്ക് സപ്പോർട്ടായിട്ടിരുന്ന് ഞാനിതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് തന്നെ ചെയ്തു തരും. അത് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ. ഞാനിവിടെ കടലക്കറിയുടെ ഒപ്പമാണ് ഇത് കഴിക്കുന്നത്. നമുക്ക് പയറിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും കഴിക്കാം. എന്തായാലും നല്ല തേങ്ങയൊക്കെ കൂട്ടി നന്നായിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നമ്മൾ ആ ഒരു ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയാൽ മതി. കൂടുതൽ റെസിപ്പീസ് ഇതുപോലെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതായിരിക്കും.